എന്നാൽ ഹെയ്ദിയുടെ ചരിത്രം എഴുതപ്പെട്ടത് ഭയം കൊണ്ടും മന്ത്രവാദം കൊണ്ടുമാണ്. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ദൈവമെന്ന് സ്വയം വിശേഷിപ്പിച്ചവൻ, മരണത്തിന്റെ കറുത്ത കണ്ണട ധരിച്ചവൻ, ഫ്രാൻസ്വാ ഡുവാലിയർ. ലോകം അവരെ വിളിച്ചു പാപ്പാ ഡോക്. തുടക്കം ഒരു സാധാരണ ഡോക്ടറായിട്ടായിരുന്നു. പാവപ്പെട്ടവർക്കിടയിൽ ടൈഫസിനും മലേറിയയ്ക്കുമെതിരെ പോരാടിയ മിഷിഹ. ആ കറുത്ത കണ്ണടയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരുന്നത് ഒരു വിപ്ലവകാരിയുടെ ബുദ്ധിയായിരുന്നു. 1957 അയാൾ അധികാരത്തിന്റെ പടവുകൾ കയറി. വരേണ്യവർഗത്തിനെതിരെയുള്ള പോരാളിയായി ജനങ്ങൾ അയാളെ വാഴ്ത്തി. പക്ഷേ ആ ചികിത്സകൻ മെല്ലെ ഒരു വേട്ടക്കാരനായി മാറുകയായിരുന്നു. രാഷ്ട്രീയം കൊണ്ട് മാത്രം അയാൾ തൃപ്തനായിരുന്നില്ല. ഹെയ്ദിയുടെ മണ്ണിൽ വേരൂന്നിയ വുഡു വിശ്വാസങ്ങളെ അയാൾ തന്റെ ആയുധമാക്കി. മരണത്തിന്റെ ദൈവമായ ബാരൻ സട്ടിഡിയുടെ വേഷം കെട്ടി അയാൾ ജനങ്ങൾക്ക് മുന്നിലെത്തി. താൻ മരിച്ചവരെ ഉയർപ്പിക്കുമെന്നും തന്റെ ശത്രുക്കൾക്ക് ശാപം നൽകുമെന്നും അയാൾ അവരെ വിശ്വസിപ്പിച്ചു. ഭക്തിയും ഭയവും തമ്മിലുള്ള അതിർവരമ്പുകൾ അയാൾ മായ്ച്ചു കളഞ്ഞു. ഭരണം ഉറപ്പിക്കാൻ അയാൾ ഒരു സൈന്യത്തെ വാർത്തെടുത്ത ടോണ്ടൻ മക്കൌട്ട്സ്, രാത്രിയുടെ മറവിൽ വരുന്ന വേട്ടക്കാർ. അവർക്ക് യൂണിഫോം ഇല്ലായിരുന്നു, പകരം കറുത്ത കണ്ണടയും കയ്യിലൊരു കടാരയും ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യുന്നവർ അപ്രത്യക്ഷരായി. തെരുവുകളിൽ ശവങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു. പാപ്പാഡോക്കിന്റെ കണ്ണുകളിൽ നോക്കാൻ പോലും ഹെയ്ദി ഭയന്നു. അമേരിക്കയെ പോലും വിറപ്പിച്ച നയതന്ത്രജ്ഞനായിരുന്നു അയാൾ. ശീതയുദ്ധത്തിന്റെ കാലത്ത് കമ്മ്യൂണിസത്തെ തടയാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നൽകി. 1964 അയാൾ പ്രഖ്യാപിച്ചു, ഞാൻ ഹെയ്ദിയുടെ ആജീവനാന്ത പ്രസിഡന്റാണ്. മരണം വരെ അയാളെ ആർക്കും തൊടാനായില്ല. ഒരു രാജ്യം മുഴുവൻ ദാരിദ്ര്യത്തിൽ മുങ്ങുമ്പോഴും പാപ്പാഡോക് തന്റെ കൊട്ടാരത്തിൽ മരണത്തിന്റെ വിരുന്നു നടത്തി. 14 വർഷം നീണ്ട ഭീകരഭരണത്തിനൊടുവിൽ 1971 അയാൾ മരിച്ചു. പക്ഷേ ആ ഭയം അവസാനിച്ചില്ല. തന്റെ മകൻ ബേബി ഡോക്കിന് അധികാരം കൈമാറി അയാൾ മണ്ണിലേക്ക് മറഞ്ഞു. ഒരു ഡോക്ടറായി വന്ന് ദൈവമായി ചമഞ്ഞ് പിശാചായി ഭരിച്ചവൻ പാപ്പാഡോക്. ഹെയ്ദിയുടെ മറക്കാനാവാത്ത കറുത്ത അധ്യായം.